ഇളമക്കരയിൽ നിന്നും ബിനിൽ തത്സമയം ചേരുന്നുണ്ട്. ബിനിൽ, ഇപ്പോൾ ഇളമക്കരയിലെ വീട്ടിലാണല്ലോ മൃതദേഹം ഉള്ളത്. സഹപ്രവർത്തകർ ഒക്കെ അവിടേക്ക് വരികയാണോ? മോഹൻലാലിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്, മരണസമയത്ത് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്നും അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ നാട്ടുകാരടക്കം നിരവധി പേര് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സംസ്കാരം നടക്കുക തിരുവനന്തപുരത്തായിരിക്കും. രാത്രിയോടുകൂടി മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനുള്ളൊരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ ആലോചനകൾ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നിന്ന് മൃതദേഹം അല്പസമയത്തിനകം അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അമൃത ആശുപത്രിയിൽ എത്തിച്ച് അവിടെ നിന്നായിരിക്കും പിന്നീട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുക എന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മരണ വാർത്ത അറിഞ്ഞ നിരവധി പ്രമുഖർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2-3 ദിവസത്തിന് ഇടയ്ക്കാണ് ആരോഗ്യാവസ്ഥ കൂടുതൽ മോശമാകുന്നത് എന്നാണ് നേരത്തെ MG ശ്രീകുമാർ പറഞ്ഞത്. അങ്ങനെ ഒരു ആരോഗ്യം മോശമായ ഒരു അവസ്ഥ അത് എപ്പോഴാണ് സംഭവിച്ചത്? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ? ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആരോഗ്യാവസ്ഥ മോശമാകുകയും മരണം സംഭവിക്കുകയും ചെയ്തതെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മോഹൻലാൽ അതിന് തൊട്ടു പിന്നാലെ മോഹൻലാൽ ഇളമക്കരയിലെ വീട്ടിലേക്ക് എത്തി. അതിനുശേഷം ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ളവരൊക്കെ ഇപ്പോൾ സിനിമാ രംഗത്തെ മോഹൻലാലിന്റെ വളരെ അടുപ്പമുള്ളവരൊക്കെ തന്നെ വീടിനുള്ളിലാണുള്ളത്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഹൈബിയുടെ MP, അതോടൊപ്പം തന്നെ ഇവിടുത്തെ നഗരസഭാ കൗൺസിലർമാരടക്കമുള്ളവർ എത്തുന്നു. അതോടൊപ്പം ഈ നാട്ടുകാരൊക്കെ ഇങ്ങോട്ടേക്ക് ഒരുപാട് പേർ മോഹൻലാലിന്റെ അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കാരണം ഈ നാട്ടിൽ കഴിഞ്ഞ ഒരു 10-20 വർഷമായി ജീവിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് മോഹൻലാലിന്റെ അമ്മയോടൊക്കെ ഉള്ള ഒരു വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അങ്ങനെ നിരവധി പേർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മോഹൻലാലിന്റെ അമ്മയെ കാണാനായി ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ എത്തിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. എത്രയോ വർഷക്കാലമായി തിരുവനന്തപുരത്തായിരുന്നു മോഹൻലാൽ. അച്ഛൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. അപ്പോൾ ദീർഘകാലം ഇവിടെ ഉണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് തന്നെ അന്ത്യവിശ്രമവും. തീർച്ചയായും സംസ്കാര ചടങ്ങുകൾ നടക്കുക തിരുവനന്തപുരത്തായിരിക്കും. അതുകൊണ്ടാണ് മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വീടൊക്കെയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനടക്കമുള്ള മരിക്കുകയും അതിന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ തന്നെ നടക്കുകയൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് അമ്മയും തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് മോഹൻലാൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് അല്പസമയത്തിന് തന്നെ മൃതദേഹം ഇവിടെ നിന്ന് അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അമൃത ആശുപത്രിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രാത്രിയോടുകൂടി തന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനുള്ളൊരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു സമയമടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. വലിയ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് ഉള്ള മാറ്റം അത് ഏത് കാലഘട്ടമായിരുന്നു? അസുഖമൊക്കെ വരുന്നാലേ കണ്ടു തുടങ്ങുന്ന ഒരു സമയത്താണോ കൊച്ചിയിലേക്ക് എങ്ങനെ താമസം സ്ഥിരമാക്കുന്നത്? 2012 കാലഘട്ടത്തിലാണ് ഈ അസുഖം ബാധിക്കുന്നതും മോഹൻലാലിന്റെ അമ്മ നമ്മുടെ ഒരു പൊതു മണ്ഡലത്തിൽ നിന്നൊന്ന് മാറി നിൽക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. മോഹൻലാലിന്റെ തന്നെ അഭിമുഖങ്ങളിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്മയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മയ്ക്ക് അസുഖം ഉണ്ടാകുന്നത് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് അദ്ദേഹം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ ഇളമക്കരയിലെ വീട്ടിലേക്ക് മോഹൻലാൽ അമ്മയെ എത്തിക്കുന്നത്. അവിടെയായിരുന്നു പിന്നീടുള്ള കാലങ്ങളൊക്കെ തന്നെ നടന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള മുഹൂർത്തങ്ങളിലെല്ലാം, അല്ലെങ്കിൽ അദ്ദേഹം ഈ എല്ലാ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലെല്ലാം ഈ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ പോലും അമ്മയെ വന്ന് കണ്ട് എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നിന്നൊരു മകനാണ് മോഹൻലാൽ. എല്ലാ സന്തോഷങ്ങളും അദ്ദേഹം ആദ്യം പങ്കുവയ്ക്കുന്നതും അമ്മയോടൊക്കെ തന്നെയാണ്. കാര്യം അമ്മയെ നേരിട്ട് വന്ന് കണ്ടാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര രംഗത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളിലൊന്നും അദ്ദേഹം നേടിയപ്പോഴും
ആ പുരസ്കാര ലബ്ധി അദ്ദേഹം ആദ്യം എന്ന് പറയുന്നത് അമ്മയോടാണ്. അതോടൊപ്പം തന്നെ ആ പുരസ്കാരം സ്വീകരിച്ച ശേഷം അദ്ദേഹം ആദ്യം എത്തുന്നതും ഈ ഇളമക്കരയിലെ വീട്ടിലേക്ക് എത്തി അമ്മയെ കണ്ട് ഈ കാര്യങ്ങൾ പറയുകയാണ്. അതായത് മകന്റെ വലിയ സന്തോഷം അത് അദ്ദേഹം അമ്മയോടാണ് ആദ്യം അറിയിക്കുന്നത്. അങ്ങനെ വലിയൊരു ബന്ധം, വൈകാരികമായ ബന്ധമുള്ള വ്യക്തിത്വങ്ങളാണ് മോഹൻലാലും അമ്മയും. മോഹൻലാലിന്റെ എല്ലാ കുടുംബപരമായ കാര്യങ്ങളെയൊക്കെ കുറിച്ച് അദ്ദേഹം തുറന്നു പറയുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ അമ്മയെ അദ്ദേഹം പരാമർശിക്കാതെ പോകാറില്ല. അമ്മയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, അതോടൊപ്പം തന്നെ മോഹൻലാലിന്റെ അമ്മ പല ഇന്റർവ്യൂകളിലും മകനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതായത് മോഹൻലാലിന്റെ ഓരോ ഘട്ടത്തിലും സിനിമാ രംഗത്തെ വളർച്ചകൾ അതെല്ലാം വളരെ സന്തോഷത്തോടുകൂടി കണ്ടിരുന്ന അമ്മ പലപ്പോഴും അത് തുറന്നു പറയുകയും ചെയ്തിരുന്നു. മോഹൻലാൽ വില്ലനായി അഭിനയിച്ച തുടങ്ങുന്ന ഒരു ഘട്ടത്തിലൊക്കെ ഉണ്ടായ വേദനകളെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് മകനിങ്ങനെ സിനിമയിൽ സംഘടന രംഗങ്ങളിലൊക്കെ അടികൊള്ളുമ്പോൾ അവരെ അത് വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. മകനൊരു വില്ലനായി സിനിമയിൽ വരുമ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ഒരു അഭിമുഖത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്. അതായത് ഈ മകൻ വരുമ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇതൊക്കെ നോക്കുമായിരുന്നു. അതായത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അതായത് അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും പരിക്കുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മോഹൻലാലിന് പ്രിയപ്പെട്ട അമ്മ, ആ അമ്മയ്ക്ക് പ്രിയപ്പെട്ട ലാലു, ആ രണ്ടുപേരും തമ്മിലുള്ള ആ ഇടയെടുപ്പം അത് നമുക്ക് വെറും വാക്കുകൊണ്ട് നിർവചിക്കുന്നതിനും അപ്പുറത്തേക്ക് ആയിരുന്നു. ഏത് തിരക്കിലാണെങ്കിലും ഏത് സമയത്തും അമ്മയുടെ പിറന്നാളിന് ആ വീട്ടിലേക്ക്, അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന മോഹൻലാലിൻ്റെ ആ നടന വിസ്മയത്തിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിലെ നമ്മുടെ അമ്മ എന്ന പോലെ നമുക്ക് ആ മുഖം കാണുമ്പോൾ ഏവർക്കും തോന്നും. ആ നിഷ്കളങ്കമായിട്ടുള്ള മുഖമാണ് എല്ലാവർക്കും അറിയാൻ കഴിയുന്നത്. ബിനിൽ ഒരുപാട് കരിയറിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഏറ്റവും അഭിമാനകരമായി ലാലിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള എല്ലാ പുരസ്കാര നിറവിൻ്റെ സമയങ്ങളിലും അതിലേറ്റവും ഒടുവിൽ ലെഫ്റ്റനന്റ് കേണൽ എന്ന പദവി, പിന്നീട് ഏറ്റവും ഒടുവിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം, ആ അസുലഭ നിമിഷങ്ങളിലൊക്കെ അമ്മയുടെ സാന്നിധ്യം അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു മോഹൻലാലിനെ സംബന്ധിച്ച്. ശരീരം കൊണ്ട് അടുത്തില്ലെങ്കിലും ഡൽഹിയിൽ പോകുന്നതിന് തൊട്ട് മുൻപ് അമ്മയെ വന്ന് കണ്ട് ഒരു അഭിനന്ദനം തേടി അല്ലെങ്കിൽ ആശീർവാദം തേടിപ്പോകുന്ന മോഹൻലാലിനെ നമ്മൾ കണ്ടു. അപ്പോൾ എത്രത്തോളം മോഹൻലാലിനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ള ഒരു വിയോഗം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു സിനിമാ കരിയറൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ ആ വളർച്ചയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊക്കെ തന്നെ അതിന്റെ ഏറ്റവും കരുത്തായി മാറിയത് അദ്ദേഹത്തിന്റെ അമ്മ തന്നെയാണ്. അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അതെല്ലാം തന്നെ അദ്ദേഹം പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ളതും ആ ഒരു വലിയ അവരുടെ ബന്ധങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ദുഃഖം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ തന്നെയായിരിക്കും അദ്ദേഹം കടന്നു പോവുക. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കുറച്ചധികം കാലമായി അമ്മയ്ക്കപ്പുറത്ത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുക, അമ്മയോട് സംസാരിക്കുക, അതൊക്കെ അദ്ദേഹത്തിന് നൽകുന്ന ഒരു വലിയ ഊർജ്ജമാണ് എന്നത് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്താണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളിൽ അമ്മയെ ദീർഘകാലം ഇത്രയും മികച്ച രീതിയിൽ അദ്ദേഹം ശുശ്രൂഷിച്ചിരുന്നു എന്നതും ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം എപ്പോഴും അമ്മയുടെ അടുത്തേക്ക് ഒരു സമയം കിട്ടുമ്പോഴെല്ലാം ഓടിയെത്തി സമയമുണ്ടാക്കിയാണ് മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തേണ്ടത്, അവരെ നമ്മൾ കാണേണ്ടത് എന്നതൊക്കെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്താണ് ഇപ്പോൾ ജീവിതത്തിലെ കരുത്താണ് ചോർന്നു പോയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. ബിനിൽ, ഈ ചാനലുകളൊക്കെ വരുന്നതിന് മുൻപ് ഒരു 2000-ന് മുൻപൊക്കെ നമുക്ക് ഈ പ്രസിദ്ധീകരണങ്ങൾ, സിനിമാ പ്രസിദ്ധീകരണങ്ങളൊക്കെ കാണുമ്പോൾ അതിലെല്ലാ പ്രത്യേക പതിപ്പുകളിലൊക്കെ അമ്മയുമായിട്ടുള്ള ചിത്രങ്ങൾ അത് മുഖചിത്രങ്ങളായിട്ട് വരുന്നുണ്ട്. പിന്നീട് ഏത് അഭിമുഖമാണെങ്കിലും അമ്മയുടെ എത്രയോ 100 തവണയാണ് അമ്മയുടെ പേര് പറയുന്നത്, അമ്മയുമായിട്ടുള്ള അനുഭവം. അച്ഛൻ്റെ വിയോഗത്തിന് ശേഷം അത് വലിയ തീരാത്തൊരു നഷ്ടമായിരുന്നു സഹോദരൻ്റെ. അപ്പോൾ എല്ലായ്പ്പോഴും പിന്നീട് അമ്മയെ ചേർത്ത് വെച്ച് അമ്മയുമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു മോഹൻലാലിൻ്റെ കരുത്തായി മാറിയത്. അപ്പോൾ അത് നേരത്തെ MG ശ്രീകുമാർ, സഹപ്രവർത്തകർക്ക് അടക്കം അവരൊക്കെ അത് നേരിട്ട് അനുഭവിച്ചതാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ആ ഒരു ഈ നിമിഷത്തെ ഒരു ദുഃഖം അത് നമുക്ക് എല്ലാവരുടെയും, മലയാളികളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് വല്ലാതെ ഒരു വിങ്ങൽ ഉണ്ടാക്കുന്നുണ്ട് ബിനിൽ.
തീർച്ചയായും പ്രതീക്ഷ. കാരണം മോഹൻലാലിന്റെ അമ്മ എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ അമ്മയായി കാണുന്ന ഒരാളാണ്. കാരണം മോഹൻലാൽ നമ്മളെ അത്രമാത്രം സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമ്മളെയൊക്കെ തന്നെ സ്വാധീനിച്ച് നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാവർക്കും മേൽ വലിയൊരു സ്വാധീന ശക്തിയുള്ളൊരു സിനിമാ താരം തന്നെയാണ് മോഹൻലാൽ. അതോടൊപ്പം തന്നെ മോഹൻലാലിന്റെ അമ്മ മോഹൻലാലിനൊപ്പമുള്ള, നേരത്തെ പ്രതീക്ഷ സൂചിപ്പിച്ച പോലെ ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇവർ തമ്മിലുള്ള അല്ലാത്തൊരു ബോണ്ടിങ്, ഇവർ തമ്മിലുള്ള ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്ന ഒരു സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അതായത് അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, അത് വളരെ ആഴത്തിലുള്ള ബന്ധം. അതെപ്പോഴും തുറന്നു പറയുന്നതിന് ഒരു മടിയും കാണിക്കാത്ത ഒരാളാണ് മോഹൻലാൽ. അമ്മ എങ്ങനെയാണ് തന്നെ സ്വാധീനിച്ചത്, അമ്മ എങ്ങനെയാണ് തന്നെ മുന്നോട്ട് നയിച്ചത്, എങ്ങനെയാണ് തൻ്റെ ഓരോ സിനിമാ രംഗത്തെ തൻ്റെ ഓരോ വളർച്ചയും തൻ്റെ അമ്മ എങ്ങനെ നോക്കിക്കണ്ടു, അതെല്ലാം മോഹൻലാൽ എപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ അമ്മ ശാന്തകുമാരിയാണെങ്കിലും മോഹൻലാലിന്റെ ഓരോ ഘട്ടത്തിലും മോഹൻലാൽ എത്ര വളർന്നാലും അമ്മയ്ക്ക് ആ ഒരു ചെറിയ കുട്ടിയെ പോലെ തന്നെ ആ ഒരു വാത്സല്യത്തോടു കൂടി തന്നെ അവർ കൊണ്ടുപോയിട്ടുള്ളത്. നമുക്ക് ആ ലാലു എന്ന ആണ് മകനെ വിളിക്കുന്നത്. അപ്പോഴും നമ്മളോടൊക്കെ പല ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇന്റർവ്യൂലൊക്കെ തന്നെ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ് വാചാലയാകുന്ന അമ്മയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഒരു വല്ലാത്ത ഹൃദയബന്ധമുള്ള അമ്മയും മകനുമായിരുന്നു മോഹൻലാലും ശാന്തകുമാരിയും. എന്തായാലും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.